അതേ എന്റെ സഹോദരങ്ങള്, ഇന്നും ഞാനും നിങ്ങളും വേദനയോടുകൂടി ഓർക്കുന്ന ഫലസ്തീനുണ്ടല്ലോ. നാം ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ ആഴ്ചയും വെള്ളിയാഴ്ച മിമ്പറിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട ഖതീബുമാർ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുവേ മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും ഇസ്സത്ത് നൽകണേ നാഥ എന്നാരൊക്കെ എപ്പോഴൊക്കെ ദുആ ചെയ്യുമ്പോഴും ഒന്നാമതായി എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ഓർമ്മ ഓടി വരുന്നതായ ഫലസ്തീൻ, ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഫലസ്തീൻ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, ഇസ്ലാമിക ചരിത്രത്തിൽ ഒന്നാമത്തെ ഖിബലയായ മസ്ജിദുൽ അഖ്സയുടെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഫലസ്തീൻ, ഇന്ന് പിതാ പിറന്ന നാടിന്റെ വിമോചനത്തിന് വേണ്ടി തീതുപ്പുന്ന ബയലറ്റുകൾക്ക് മുന്നിൽ വെറും കരിങ്കൽ കഷണങ്ങൾ വാരിയെറിഞ്ഞുകൊണ്ട് വിമോചന പോരാട്ടം നടത്തുന്ന മുജാഹിദുകളുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, കറങ്ങുന്ന കസേരയിൽ തളർന്ന ശരീരവുമായി യാത്ര ചെയ്യുമ്പോഴും ആ തളർന്ന ശരീരത്തിനുള്ളിലുള്ള തളരാത്ത മനഃശക്തി കൊണ്ട് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്തിയിട്ട് അവസാനം ഒരു ദിവസം ആ കറങ്ങുന്ന കസേരയിൽ സുബഹിക്ക് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ ഇസ്രയേലിന്റെ ചിക്കറൊട്ടിച്ച ബോംബർ മിസൈലുകൾ വർഷിപ്പിക്കപ്പെട്ട് ശരീരം കഷണമായി ചിഹ്നിച്ച് തറപ്പെട്ട് ഈ ലോകത്ത് നിന്ന് പടച്ചവരിലേക്ക് യാത്രയായ മഹാനായ ഷഹീദ് ശൈഖ് യാസീൻ റഹിമഹുള്ളയുടെ വീരോദത്തമായ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, യാസർ അറഫാത്തിന്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, അബ്ദുൽ അസീസ് റംദീസിയുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, ഇസ്സുദ്ദീൻ ഖിൽജിയുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, ഇമാമുദ്ദീൻ സംഗിയുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും 21ാം നൂറ്റാണ്ടിലും ഉന്മേഷവും ഉണർവും പകരുന്നതായ ചരിത്രത്തിന്റെ ഇന്നലകളിലെ ആൺകുട്ടിയായ മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, അതേ എന്റെ സഹോദരങ്ങളെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, സബ്രയുടെയും ഷഫീലയുടെയും കണ്ണീരുറങ്ങാത്ത ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, എന്റെ സഹോദരങ്ങളെ അറിയുമോ? പിറന്ന നാട്ടിൽ തന്നെ അഭയാർത്ഥികളെ പോലെ സബ്രയുടെ ഷഫീലയുടേതായ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുമ്പോൾ അവിടേക്ക് കടന്നു വന്ന ജൂതപരീക്ഷകൾ അവിടെ നിന്നും സുന്ദരികളായ പെൺകുട്ടികളെ പിടിച്ചിറക്കി മാനഭംഗം ചെയ്യാനൊരുങ്ങുമ്പോൾ ചങ്കൂറ്റത്തോടുകൂടി മരക്കഷണങ്ങൾ കയ്യിലേന്തി അതിനെതിരെ പ്രതികരിച്ച ചെറുപ്പക്കാര് കൈകളും കാലുകളും കെട്ടിയിട്ട് അവരെ ഇങ്ങനെ മലർത്തിക്കിടത്തിയിട്ട് മൂർച്ചയേറിയ കോടാനുകൊണ്ട് വിറക് കീറുന്നത് പോലെ കീറി മാറ്റിയ കണ്ണീരുറങ്ങാത്ത വേദനയുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, പിറന്ന നാട്ടില് സ്വാതന്ത്ര്യം നശിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ ഗർഭിണികളായി ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുമ്പോൾ ഇസ്രയേലിന്റെ ചെക്ക് പോസ്റ്റുകൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം നിർത്തപ്പെടുന്നതിന്റെ പേരിൽ അവിടെ നിന്ന് പ്രസവിക്കേണ്ടി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാരുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ, ആ ഫലസ്തീനിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെയും കൊണ്ട് മഹാനായ ജിബ്രീൽ പറക്കുകയാണ്.